Hello all. Special Coaching +2 Chapter 1 Microeconomics, An Introduction to Microeconomics, Objective Questions ഡിസ്കഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഹയർ സെക്കൻഡറി എക്സാമിനും അതേപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എക്സാമുകൾക്കും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസേൺ വിത്ത് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്? പ്രോബ്ലം ഓഫ് ചോയ്സുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നതാണ് ചോദ്യം. എ. എക്സസീവ് ഇൻകം, അൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്, അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇതിലേതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? എക്സസീവ് ഇൻകമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ മേജർ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ മേജർ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ. നമുക്കറിയാം എക്കോണമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കോണമി എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ഓർ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, അതല്ലെങ്കിൽ മൂന്നാമതായിട്ട് പറയുന്നത് മിക്സഡ് എക്കോണമി. അപ്പോൾ ഇന്ന് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ എല്ലാ തരത്തിലുള്ള എക്കണോമിക് ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. മാർക്കറ്റ്, പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ്, ഗവൺമെൻറ്, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഗവൺമെൻറ് ആണ് ആൻസറായിട്ട് വരിക അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. എക്കണോമിക് പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് resources are scarce, human wants are unlimited, resources have alternative uses, all of these. ഒരു സാമ്പത്തിക പ്രശ്നം ഉടലെടുക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. റിസോഴ്സസ് ആർ സ്കേഴ്സ്, അത് ഉത്തരമായിട്ട് വരും. റിസോഴ്സസ് ആർ സ്കേഴ്സ്. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്, അതും ഉത്തരമായിട്ട് വരും. റിസോഴ്സസ് ഹാവ് അൾട്ടർനേറ്റീവ് യൂസസ്, അതും ഉത്തരമായിട്ട് വരുന്നുണ്ട്. അതായത് എ, ബി, സി ഓപ്ഷൻസ് എല്ലാം ഉത്തരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരി ഉത്തരം സെലക്ട് ചെയ്യുമ്പോൾ ഏതായിരിക്കും? ഡി, ഓൾ ഓഫ് ദീസ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അറൈസസ് ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അറൈസസ് ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? റിലേറ്റീവ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ലിമിറ്റഡ് ഹ്യൂമൻ വോൺസ്, അബൻഡൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഒരു എക്കോണമിയിൽ പ്രോബ്ലംസ് എമേർജ് ചെയ്യുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്? റിലേറ്റീവ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസിൻ്റെ ഭാഗമായിട്ടാണ്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് വരുമ്പോഴാണ് അവിടെ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്, അവൈലബിൾ അറ്റ് സീറോ പ്രൈസസ്, നൺ ഓഫ് ദീസ്. റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് ഭൂമിയിൽ ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ, അവൈലബിൾ അറ്റ് സീറോ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണോ, ഇതൊന്നുമല്ല. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വോൺസ് ആർ ലിമിറ്റഡ്. മനുഷ്യൻ്റെ ഹ്യൂമൻ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മൊത്തം റിസോഴ്സസ് നമുക്ക് ഭൂമിയിൽ ഇല്ല, അത് ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എക്സിസ്റ്റ്. ഏതൊക്കെയാണ്? എ, അറ്റ് മാക്രോ ലെവൽ, ബി, അറ്റ് ദ മൈക്രോ ലെവൽ, സി, മൈക്രോ ആസ് വെൽ എസ് മാക്രോ ലെവൽ, ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസറായിട്ട് വരിക? മൈക്രോ ആസ് വെൽ എസ് മാക്രോ ലെവൽ. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എക്സിസ്റ്റ് ആസ് മൈക്രോ ആസ് വെൽ എസ് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് കാണപ്പെടുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പോസിറ്റീവ് എക്കണോമിക്സ് ഇൻവോൾവ്സ് statements which are positive economics involves
statements which are, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് എക്കണോമിക്സ് ഇൻവോൾവ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ വെരിഫയബിൾ ആണ്. പോസിറ്റീവ് എക്കണോമിക്സിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ വെരിഫയബിൾ ആയിരിക്കും. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പോസിറ്റീവ് എക്കണോമിക്സിൽ വരുന്നതെന്നാണ് പറയുന്നത്. നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് എന്താണ്, ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻ. ഫാക്ട്സും അതേപോലെ തന്നെ ഒപ്പീനിയൻസും ഡീൽ ചെയ്യുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ് ആണെന്നാണ് പറയുന്നത്. ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷനും കൺസംഷനും എക്സ്ചേഞ്ചും എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രൊഡക്ഷൻ ഉണ്ട്, കൺസംഷൻ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആൻസർ ആയിട്ട് ഏതാ വരിക, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കം അണ്ടർ ദ ഫീച്ചർ ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഫീച്ചറായിട്ട് വരാത്തത് ഏതെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കം അണ്ടർ ദ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയുടെ ഫീച്ചറായിട്ട് വരാത്തത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഫീച്ചറായിട്ട് വരാത്തത് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഇത് എന്താണ്, ഫീച്ചറാണ്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മാർക്കറ്റ് എക്കോണമിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഫീച്ചറാണ്. ഗുഡ്സ് ആർ സോൾഡ് അറ്റ് പ്രൈസ്. പ്രൈസ് വാങ്ങിയിട്ട് ഒരു വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഇതാണ് ആൻസർ ആയിട്ട് വരിക. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഡി ഓപ്ഷൻ നോക്ക്. പ്രൈസ് ഓഫ് ലേബർ സർവീസസ് ആർ കോൾഡ് വേജ് റൈറ്റ്. പ്രൈസ് ഓഫ് ദ ലേബർ സർവീസസ് ആർ കോൾഡ് വേജ് റൈറ്റ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ ചോയ്സ് ഓഫ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ടെക്നോളജിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏതൊക്കെയാണ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, നൺ ഓഫ് ദീസ്. ഏതാണ്, ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. ടെക്നോളജി കൺസേൺ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്നതാണ്. ഹൗ ടു പ്രൊഡ്യൂസ് ആണ് ടെക്നോളജി കൺസേൺ ആയിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പ്രൈസ് മെക്കാനിസം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ്. ഏതാ, മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രൈസ് മെക്കാനിസം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. വെൽത്ത് ഓഫ് നേഷൻസ് ഈസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ ആരാണ്, ആഡം സ്മിത്ത്. 1776 ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഈസ് ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ഈസ് JMK. ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും JM കെയ്ൻസ് അല്ല. ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്താണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു technology of production, selection of goods and services, distribution of national income, price distribution. C question ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ് ഏതായിട്ട് വരിക, ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഷേപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ PPC കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, കോൺകേവ് ആണ് അല്ലേ. PPC കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. നമ്മളിങ്ങനെയല്ലേ PPC കർവ് വരയ്ക്കുന്നത്, ഈ രീതിയിലാണ് PPC കർവ് വരയ്ക്കുക. അപ്പോൾ ഇതെന്താണ്, കോൺകേവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് റിലേറ്റഡ് ടു ലയണൽ റോബിൻസ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് റിലേറ്റഡ് ടു ലയണൽ റോബിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ആൻ എക്കോണമി ഓപ്പറേറ്റിംഗ് ഓൺ ദ PPC, it indicates it indicates in the potential output equal to actual output. അടുത്ത ക്വസ്റ്റ്യൻ. The shape of transformation curve is changed by. ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയുന്നത് ഏതാ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഇസ് ചേഞ്ച്ഡ് ബൈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് സാധാരണ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി വെൽ. താങ്ക് യു.